ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട സ്നേഹിതരെ, വലിയ നോമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് നോമ്പിലെ 7-ാം ഞായർ അഥവാ ഓശാന ഞായർ. ഓശാനയുടെ അർത്ഥവും ആഴവും ധാരാളം നാളുകളായി നാം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യാറുണ്ട്. 2 വേദഭാഗങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. മാർക്കോസ് 11-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലും യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലും ഈ ഓശാനയുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തുതി എന്നാണ്. മഹത്വവും സ്തുതിയും ഇത് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ജെറുസലേമിലേക്കുള്ള അവൻ്റെ യാത്രയുടെ ദിവസമാണ് ഈ ഓശാന, ട്രയംഫൽ എൻട്രി. കർത്താവ് ഇതുവരെ ഒരു സാധാരണക്കാരനായി ജീവിച്ചിരുന്ന കർത്താവ് ഒരു എഴുന്നള്ളത്ത് നടത്തുന്ന ദിവസമാണ് ഈ ഓശാന ദിവസം. ഇത് പക്ഷേ ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. സഖറിയ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യം. സിയോൻ പുത്രി, ഇതാ നിൻ്റെ രാജാവ് പെൺകഴുതിയുടെ പുറത്ത് കയറി വരുന്നു. ഇതാ നിൻ്റെ രാജാവ്, അവൻ ജയശാലി. വിശദീകരണങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല വാക്യങ്ങൾ. സഖറിയ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യത്തിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ നടക്കുന്നത്. അടിമത്തത്തിൽ ജീവിച്ചിരുന്ന ജനതയ്ക്ക് വിടുതൽ നൽകാൻ ഒരു രാജാവ് വരും. അവൻ ജയശാലിയായിരിക്കും. അവൻ സാധാരണ രാജാക്കന്മാരെ പോലെയല്ല. അവൻ്റെ രാജ്യത്ത് അവസാനമില്ലാത്ത രാജാവാണവൻ. ഇസ്രായേൽ ജനത മുഴുവൻ തങ്ങളുടെ അടിമത്തത്തിൽ ഞങ്ങളെ വീണ്ടെടുക്കുന്ന ഇപ്രകാരം വരുന്ന ഒരു രാജാവിനെ കാത്തിരിക്കുകയായിരുന്നു. ജയശാലിയായി വരുന്ന ഒരു രാജാവ് ഞങ്ങളുടെ അടിമത്തത്തിന് വിടുതൽ ലഭിക്കാൻ നാളുകളായി ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കർത്താവിൻ്റെ ഈ ശുശ്രൂഷ, യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള ഈ യാത്രയാണ് ഓശാന എന്ന ദിവസമായി ഞായറാഴ്ച കൊണ്ടാടുന്നത്. ഇവിടെ നാം കാണുന്ന ചില ചിത്രങ്ങളുണ്ട്. കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടേക്ക് ചെല്ല്. അവിടെ ഒരു കഴുതയെ കെട്ടിയിരിക്കുന്ന കാണാം, കഴുതക്കുട്ടിയെ. നിങ്ങൾ അഴിച്ചുകൊണ്ടിഞ്ഞ് പോരാ. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഇതിനെ അഴിക്കുന്നത് എന്നതിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഞങ്ങളുടെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. അങ്ങനെ പറയുമ്പോൾ അവർ വിടും. അവർ അതുപോലെ ചെയ്തു. ആ കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് വന്നു. വസ്ത്രം അതിൻ്റെ പുറത്ത് വിരിച്ചു. യേശു ആ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി. ആളുകളെല്ലാം വഴിയിൽ ദഖിലയുടെ കൊമ്പുകൾ പിടിച്ചു. ഒലിവൃക്ഷത്തിൻ്റെ കൊമ്പുകൾ വെട്ടി, അതിൻ്റെ ചില്ലകൾ വെട്ടി ഓരോരുത്തരെയും കയ്യിൽ പിടിച്ച് ആർത്ത് വിളിച്ചു, ദാവീദ് പുത്രൻ ഓശന്ന ഓശന്ന ഓശന്ന. അങ്ങനെ അവൻ അത്ഭുതകരമായി ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ യാത്രയുടെ ഓർമ്മ, ഇത് പഴകി തുരുമ്പിച്ച ഒരു പഴയകാല സംഭവത്തിൻ്റെ ആവർത്തനമല്ല ഓശാന. അനുദിന ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് ഓശാന നൽകുന്ന സന്ദേശം. എന്താണ് ഇവിടെ പറയുന്ന വാക്യങ്ങൾ? ശ്രദ്ധിക്കാനുള്ളത്, ഒന്ന്, കർത്താവ് കയറാൻ പോകുന്ന കഴുതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെല്ല്, അവിടെ ഒരു പെൺകഴുതയുടെ കുട്ടിയെ കാണാം. എല്ലാ കഴുതയും പെൺകഴുതയുടെ കുട്ടിയല്ലേ? ഏതെങ്കിലും കഴുതയെ ആൺകഴുത പ്രസവിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താണ് പെൺകഴുതയുടെ കുട്ടി? ക്രിസ്തു തന്നെ ഒരു പെൺകഴുതയുടെ കുട്ടിയാണ്. ലോകത്തിലെല്ലാവരും, എൻ്റെ പേര് ജോസഫ് സാമുവലിൻ്റെ മോൻ ജോസഫ്. പക്ഷേ യേശു അങ്ങനെയല്ല. അവൻ മാത്രമാണ് ലോകത്തിലെ ഒരു പെൺകഴുതയുടെ കുട്ടി.
അവൻ മാത്രമാണ് ലോകത്തിലെ സ്ത്രീയുടെ സന്തതി. സ്ത്രീയുടെയും പുരുഷൻ്റെയും സന്തതിയല്ല, അവൻ സ്ത്രീയുടെ മാത്രം സന്തതിയാണ്. കർത്താവിൻ്റെ മനുഷ്യാവതാരം അവൻ സ്ത്രീയുടെ സന്തതിയാണ്. പെൺകഴുതയുടെ കുട്ടിയാണ് കർത്താവ്. ഉൽപ്പത്തിയിൽ പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. അപ്രകാരം കടന്നു വന്ന സ്ത്രീയുടെ സന്തതിയാണ് ക്രിസ്തു. അവൻ പെൺകഴുതയുടെ കുട്ടിയാണ്. അവനാണ് സ്ത്രീയുടെ സന്തതി. അതുകൊണ്ടാണ് കനാനിലെ കല്യാണത്തിൽ വെച്ച് സ്ത്രീയെ എന്ന് വിളിച്ചത്. അത് മറിയത്തെ കൊച്ചാക്കാൻ വിളിച്ചതല്ല. നീ സ്ത്രീയാണ്, ഞാനാണ് ആ സ്ത്രീയുടെ സന്തതി എന്ന് ലോകത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ സ്ത്രീയുടെ സന്തതിയാണ് ഞാനെന്ന് ലോകത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവനെ തന്നെ വെളിപ്പെടുത്തിയ ആദ്യ സംഭവം അതാണ്. ഇത് തന്നെയാണ് കാൽവറി ക്രൂശെങ്കിലും നടന്നത്. ക്രൂശെങ്കിൽ വെച്ചും ഇവർക്ക് യേശുവിനെ കാര്യമായി മനസ്സിലായില്ല. അവിടെ വെച്ച് അവൻ മറിയത്തെ വിളിച്ചു സ്ത്രീയെ. അതും മറിയത്തെ കൊച്ചാക്കാൻ വിളിച്ചതല്ല. ഈ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന് പറഞ്ഞ ആ സന്തതിയാണ് ഞാനെന്ന് ലോകത്തെ അറിയിക്കാൻ വിളിച്ചതാണ് സ്ത്രീയെ എന്ന ശബ്ദം. ഇവിടെയാണ് അവൻ സ്ത്രീയുടെ സന്തതിയാണ്. അവൻ പെൺകഴുതയുടെ കുട്ടിയാണ്, കർത്താവ് തന്നെ. ആ കഴുതക്കുട്ടി അഴിച്ചുകൊണ്ട് പോരെ. അപ്പോൾ പറഞ്ഞു, അന്നേരം ഉടമസ്ഥൻ ചോദിക്കുകയാണ്, ഈ കഴുത എന്തിനാ അഴിക്കുന്നു? ഞാനല്ലേ ഉടമസ്ഥൻ, ആരോട് ചോദിച്ചിട്ട് അഴിക്കുന്നു? നാം അറിയാനുള്ള രണ്ടാമത്തെ പ്രമാണം, നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങളുടെ കർത്താവിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന്, അപ്പോൾ ഇനി വിടും. ദൈവം ആവശ്യപ്പെട്ടാൽ എല്ലാ കഴുതയെയും വിട്ടുകൊടുക്കേണ്ടി വരും. അല്ല വീട്ടുകാരനോട് ചോദിക്കണ്ടേ? വേണ്ട. എന്താ കാര്യം? ഉടമസ്ഥൻ അവനാണ്, കർത്താവാണ്. ദൈവം നമുക്ക് ചില സംവിധാനങ്ങൾ തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് മക്കളെ തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് ചില അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഉണ്ട്. അത് ഉടമസ്ഥൻ ചോദിച്ചാൽ അത് തിരിച്ചെടുക്കാൻ പറ്റും. ഞാനും നിങ്ങളും ഇതിൻ്റെ ഒന്നിൻ്റെയും ഉടമസ്ഥരല്ല. 15 വയസ്സുള്ള ഒരു ബാലനെ പെട്ടെന്ന് ലോകത്തുനിന്ന് വിളിച്ചു. ദൈവം എന്തുകൊണ്ട് എൻ്റെ മോനെ വിളിച്ചു? എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്തു? ചെറുപ്പക്കാരെ ഓടി നടന്ന് കുടുംബജീവിതം ആരംഭിച്ച ഉടനെ ഭാര്യയെ ലോകത്തുനിന്ന് വിളിച്ചു. എന്തുകൊണ്ട് ദൈവം അങ്ങനെ വിളിച്ചു? കുഞ്ഞെ, ഉടമസ്ഥൻ നീയല്ല. ഏദനിലെ സംഭവം പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും. ദൈവം തോട്ടമെല്ലാം ക്രമീകരിച്ചിട്ട് മനുഷ്യനെ തോട്ടത്തിലാക്കി. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്: തോട്ടം സൂക്ഷിപ്പാനും തോട്ടത്തിൽ വേല ചെയ്യാനും. പക്ഷേ തോട്ടത്തിൻ്റെ ഉടമസ്ഥാവകാശം ദൈവം മനുഷ്യർക്ക് കൊടുത്തില്ല. തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ദൈവം തന്നെയാണ്. അപ്പോൾ ഉടമസ്ഥന് ഇഷ്ടമുള്ള പൂക്കളെ ഏത് സമയത്തും ഉടമസ്ഥന് ഇറുത്തെടുക്കാം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, നീ കഴുതക്കുട്ടി അഴിച്ചുകൊണ്ട് പോരെ. ചോദിച്ചാൽ പറഞ്ഞാൽ മതി, ഞങ്ങളുടെ യജമാനന് ആവശ്യമുണ്ടെന്ന്. കർത്താവേ, എനിക്കുണ്ടെന്ന് ഞാൻ പറയുന്നതൊന്നും എൻ്റെ സ്വന്തമല്ല, ഇതെല്ലാം നിൻ്റേതാണ്. നീ ആവശ്യപ്പെടുമ്പോൾ വിട്ടുകൊടുക്കേണ്ടതാണ്. നീ ആവശ്യപ്പെടുമ്പോൾ നിനക്ക് തിരിച്ചെടുക്കാവുന്നതാണ്. കഴുതക്കുട്ടിയെ ഞാൻ അഴിച്ചുകൊണ്ട് പോരെ. ഉടമസ്ഥൻ ചോദിച്ചാൽ പറഞ്ഞാൽ മതി, ഞാനാണ് അതിൻ്റെ ഉടമസ്ഥൻ. ഉടമസ്ഥനായ ദൈവം ആവശ്യപ്പെട്ടു, അഴിച്ചുകൊണ്ട് പോവാണ്. പിന്നെ ആ വീട്ടുകാരനൊന്നും ചോദിച്ചില്ല. മൂന്നാമത് നമ്മളവിടെ കാണുന്നൊരു ചിത്രം, അവിടെ ആളുകളെല്ലാം വഴിയിൽ വസ്ത്രം വിരിച്ചു, ഒലിവൻ്റെ കൊമ്പുകൾ പിടിച്ചു, ഹോശന എന്ന് പാടി വലിയൊരു ജാഥ. ഇത് ആരും ക്രമീകരിച്ച ജാഥയല്ല, മുൻകൂട്ടി ക്രമീകരിച്ച ജാഥയല്ല, കൂലി കൊടുത്ത് നിർത്തിയ ജാഥയല്ല, വേറെ ആരെയെങ്കിലും ഓർഗനൈസ് ചെയ്യാൻ ഏൽപ്പിച്ച ജാഥയല്ല, കൂലി കൊടുത്ത് ആളെ കൂട്ടിയ ജാഥയല്ല. ദാവീദ് പുത്രൻ്റെ ഹോശന്ന എന്ന് പറഞ്ഞ് ഈ കഴുതപ്പുറത്ത് കയറി വരുന്നവനെ എതിരേൽക്കാൻ ജനം താനേ കടന്നു വന്ന ജാഥയാണിത്. ദൈവത്തെ സ്തോത്രം ചെയ്യാൻ, ദൈവത്തെ എതിരേൽക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. ആരുടെയും നിർബന്ധത്താലല്ല, ആരുടെയും പ്രേരണയാലല്ല, ആരെങ്കിലും ഓർഗനൈസ് ചെയ്തിട്ടല്ല, ആരുടെയും ക്രമീകരണത്തിൻ്റെ ഭാഗമല്ല. ഇത് താനേ വിരിഞ്ഞ പൂക്കളാണ്.
താനേ വിരിയുന്ന പൂക്കൾക്ക് സൗരഭ്യം കൂടും, തല്ലി വിരിയിക്കുന്നവന് സൗരഭ്യം ഉണ്ടാവില്ല. ദൈവത്തെ മഹത്വപ്പെടുത്താൻ, കർത്താവിന് ഓശന്ന പാടാൻ ഞാനും നിങ്ങളും കൂടേണ്ടത് ആരെങ്കിലും നിർബന്ധിച്ചതുകൊണ്ടല്ല, താനേ വിരിയുന്ന പൂക്കളായി തീരട്ടെ. വാതിലുകളെ തങ്ങളുടെ തലകളെ ഉയർത്തുകയും, പണ്ടേയുള്ള കഥകളെ തലകളെ ഉയർത്തുകയും, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവാർ? ജയശാലിയായ ദൈവം. ജയശാലിയായ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ വാതിലുകളെ തലകളെ ഉയർത്തുവിൻ. നമ്മുടെ തലകളെ ഉയർത്താം. പണ്ടേയുള്ള വാതിലുകൾ, ആ വാതിലൂടെ കയറട്ടെ മഹത്വത്തിൻ്റെ രാജാവ്. ഈ ഓശാനായിൽ കർത്താവ് ജെറുസലേമിലേക്ക് കടന്നതുപോലെ സ്വർഗീയ ജെറുസലേമായ എന്നിലേക്ക് മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കണം. അതിന് പണ്ടേയുള്ള ഈ വാതിലുകൾ തലകളെ ഉയർത്തണം. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കാൻ അതിനുള്ള സംവിധാനമൊരുക്കണം. അത് താനേ വിരിയണം. നീ വാഹനമേറാനുള്ള കഴുതയാണ് ഞാനെന്ന ബോധത്തോടെ നിന്നു കൊടുക്കണം. വീണ്ടും അവിടെ കാണുന്ന ചില ചിത്രം കൂടെ കാണാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള 3 വാക്യങ്ങളിൽ കർത്താവ് ഓശാനായിൽ ആളുകളെല്ലാം ഹോശന്ന പാടി, ആളുകളെല്ലാം വലിയ സന്തോഷം പറഞ്ഞു, വലിയ ജാഥയായി, വലിയ ആർപ്പുവിളിയായി. പക്ഷേ അവൻ ജെറുസലേമിനെ നോക്കി കരഞ്ഞു എന്നാണ് വായിക്കുന്നത്. ഈ ആർപ്പുവിളിയുടെ ഇടയിൽ കരച്ചിലോ? ഇത്രയും വലിയ ക്രമീകരണങ്ങൾ ചെയ്തപ്പോൾ അതിൽ സന്തോഷിക്കേണ്ടതിന് പകരം അവൻ്റെ ട്രയംഫൽ എൻട്രി, അവൻ കയറിക്കഴിഞ്ഞിട്ട് ജെറുസലേമിനെ നോക്കി കരഞ്ഞു. ലൂക്കോസ് സുവിശേഷത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. 19-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. അവൻ കരയാനുള്ള കാര്യം 4 വാക്കുകളോടെ പറഞ്ഞിട്ടുണ്ട്. 1, അവൻ ജെറുസലേമിനെ നോക്കി കരഞ്ഞു. ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരിയിരിക്കുന്നു, ഇനിയെങ്കിലും നിൻ്റെ സമാധാനത്തിനുള്ളത് നീ അന്വേഷിച്ചെങ്കിൽ കൊള്ളായിരുന്നു. കർത്താവ് പറയാണ്, ജെറുസലേമിൻ്റെ മഹത്വമുണ്ട്, ഇത്രയൊക്കെ പോരെ? ഓശാനയിലെ വലിയ ജാഥയുണ്ട്, ഇത് പോരെ? ജെറുസലേമിലെ വലിയ ദേവാലയമുണ്ട്, അത് പോരെ? ജെറുസലേമിൻ്റെ മനോഹരമായ മതിലുകളുണ്ട്, അത് പോരെ? ഇത് പോരാ, ഇനിയെങ്കിലും നിൻ്റെ സമാധാനത്തിനുള്ളത് അന്വേഷിച്ചെങ്കിൽ കൊള്ളായിരുന്നു. സമാധാനത്തിനുള്ളത് എന്താണ്? മഹത്വത്തിൻ്റെ രാജാവ് നിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതാണ് സമാധാനം. കർത്താവ് എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന 4 വാക്കുകളാണ്. 1, ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരിയിരിക്കുന്നു. നമുക്ക് ചുറ്റും ശത്രുക്കൾ വാടകോരിയിരിക്കുന്നു. അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള ശത്രുക്കൾ 4 വശവും വാടകോരിയിരിക്കും. വാടകോരിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചുറ്റും മതിൽ കെട്ടിയിരിക്കുന്നു, വരമ്പ് കെട്ടിയിരിക്കുന്നു എന്നാണ് അർത്ഥം. ആധുനിക ലോകത്തിൽ ഹോശാന കൊണ്ടാടുമ്പോൾ കർത്താവ് കരയുകയാണ്. നമ്മൾ ആഘോഷിക്കുമ്പോൾ കർത്താവ് കരയുന്നു. എന്തുകൊണ്ട്? അവൻ പറയുകയാണ്, നമുക്ക് ചുറ്റും ശത്രുക്കൾ വാടകോരിയിരിക്കുന്നു. ഇതുവെല്ലാം നാം അറിയുന്നുണ്ടോ? രണ്ടാമത് പറയുന്നത്, 4 പുറത്തു വന്ന് നിന്നെ ഞെരുക്കുന്നു. ഒരു വശത്തുനിന്നല്ല, എല്ലാ വശത്തു നിന്നുള്ള ഞെരുക്കങ്ങൾ, അകത്തും പുറത്തും സൈഡിൽ നിന്നുമുള്ള ഞെരുക്കങ്ങൾ, 4 വശത്തുനിന്ന് നിന്നെ ഞെരുക്കുന്നു. ഓശാന കൊണ്ടാടുമ്പോൾ നമ്മുടെ 4 വശത്തുനിന്നും ഉണ്ടാകുന്ന ഞെരുക്കത്തെക്കുറിച്ച് വല്ല ബോധമുണ്ടോ? മൂന്നാമത് പറയുകയാണ്, നിൻ്റെ മക്കളെ നിലത്ത് തള്ളിയിടുന്നു. മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ കഷ്ടപ്പെട്ട് പാടുപെട്ട് വളർത്തിക്കൊണ്ടുവരികയാണ്, പട്ടിണി കിടന്ന് വളർത്തിക്കൊണ്ടുവരികയാണ്. പക്ഷേ മക്കളെ തള്ളിയിടുകയാണ്. രാസപദാർത്ഥത്തിലൂടെയുള്ള ലഹരി പദാർത്ഥത്തിലൂടെയും പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെയും പുറത്തിറങ്ങുന്നവരെയും വീടിനകത്തിരിക്കുന്നവരെയും പുറത്തിരിക്കുന്നവരെയും ദൂരെ പോയിരിക്കുന്നവരെയെല്ലാം മക്കളെ നിലത്ത് തള്ളിയിടുകയാണ്. മുകളിലോട്ട് പോകേണ്ടവനെ താഴോട്ട് തള്ളിയിടുന്ന, പ്രത്യേകിച്ച് നമ്മളിന്ന് നമ്മുടെ നാട്ടിലും നമ്മുടെ ഈ ചെറിയ സംസ്ഥാനത്തും നമ്മുടെ അനേകം കുഞ്ഞുങ്ങളെ തള്ളിയിടുകയാണ്. ഇത് വല്ലതും നാം തിരിച്ചറിയുന്നുണ്ടോ?
ഓശാനയിൽ കർത്താവ് കരഞ്ഞതിൻ്റെ കാരണം ഇതാണ്. നിൻ്റെ മക്കളെയും നിലത്ത് തള്ളിയിടുന്നു. മക്കളെ തള്ളിയിടുന്ന അന്ധകാര ശക്തികളെ തിരിച്ചറിയേണ്ട കാലമാണിത്. നാലാമത് പറയാണ്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വരും. നമ്മൾ കെട്ടിപ്പടുത്ത പലതും ഇല്ലാതെയാകും. ഏറ്റവും വലുതെന്ന് കരുതുന്ന ഒന്നും വലുതല്ല എന്ന് തിരിച്ചറിയേണ്ടി വരും. എല്ലാവരും അവരവരെ കഴിയുന്നതിനേക്കാൾ കൂടുതലായി കെട്ടിപ്പൊക്കുകയാണ്. പക്ഷേ കെട്ടിപ്പൊക്കുന്നതൊന്നും ശേഷിക്കാതെ ശൂന്യമായി പോകും. അവനവനെടുക്കാവുന്നതിനേക്കാൾ കൂടുതൽ പൊക്കിക്കെട്ടുകയാണ്. പക്ഷേ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വരും. ഈ 4 കാര്യങ്ങൾ ദർശനം കണ്ട് പ്രവാചകനായ കർത്താവ് വിളിച്ചു പറയാണ്. എല്ലാവരും ഓശാനയിൽ ആടിത്തിമർക്കുമ്പോൾ അവൻ കണ്ണുനീരോട് പറയുകയാണ്, ഇനിയെങ്കിലും ഈ നാളിലെങ്കിലും നിൻ്റെ സമാധാനത്തിനുള്ളത് അന്വേഷിച്ചെങ്കിൽ കൊള്ളായിരുന്നു. സമാധാനത്തിനുള്ള അന്വേഷണമാണ് ഓശാന. എന്താണ് സമാധാനത്തിനുള്ളത്? സമാധാനത്തിനുള്ളത് കാശല്ല. സമാധാനത്തിനുള്ളത് വെറും ജോലിയല്ല. സമാധാനത്തിനുള്ളത് വീട് വെക്കുന്നത് മാത്രമല്ല. സമാധാനത്തിനുള്ളത് പദവികൾ മാത്രമല്ല. സമാധാനത്തിനുള്ളത് എന്താണ്? അവൻ നമ്മുടെ സമാധാനം. മഹത്വത്തിൻ്റെ രാജാവ് നിൻ്റെ വീട്ടിൽ എന്ന് കയറുന്നുവോ അന്ന് ആ വീടിന് സമാധാനം. മഹത്വത്തിൻ്റെ രാജാവ് എന്ന് നമ്മുടെ വ്യക്തിജീവിതത്തിൽ കയറുന്നുവോ അന്ന് ആ വ്യക്തികൾക്ക് സമാധാനം. മഹത്വത്തിൻ്റെ രാജാവ് എന്ന് നിൻ്റെ പ്രവർത്തന മേഖലയിൽ വരുന്നുവോ അന്ന് അവിടെ സമാധാനം. അല്ലാത്തിടത്തോളം കാലം ഈ ഓശാന വെറും ആഘോഷമായി മാത്രം മാറും. ഇവിടെ പറയുകയാണ്, വാതിലുകളെ തലകളെ ഉയർത്തുവേൻ. ഇവിടെ ജനങ്ങളെല്ലാം ആർത്ത് വിളിച്ചു, ദാവീദ് പുത്രന് ഹോശന. ഓശാനായിൽ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന കഴുതയെക്കുറിച്ച് ഒരു ചിത്രകാരൻ്റെ ചിത്രമുണ്ട്. ഓശാനയിലെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞു, കഴുത അങ്ങ് വിട്ടു. പിറ്റേ ദിവസമായപ്പോൾ കഴുത നോക്കിയപ്പോൾ, ഇന്നലെ നല്ല സുഖമായിരുന്നു. ഇന്നലെ ആളുകളെല്ലാം വഴിയിൽ വസ്ത്രം വിരിച്ചു, ആളുകളെല്ലാം ഒലിവിൻ്റെ കൊമ്പുകൾ പിടിച്ച് ഓശന്ന ഓശന്ന പാടി കഴുത അങ്ങ് ഞെളിഞ്ഞ് നടന്നു. പിറ്റേ ദിവസം കഴുത വിചാരിച്ചു, ഇന്നലെ നല്ല സുഖമായിരുന്നു, ഇന്നും ചിലപ്പോൾ ആരെങ്കിലും അഴിക്കാൻ വരുമായിരിക്കും. ഇന്നലത്തെ സ്ഥലത്ത് പോയി നിന്നു, ആരും അഴിക്കാൻ വന്നില്ല. കഴുത വിചാരിച്ച് എന്നാൽ അവരിങ്ങോട്ട് വന്നില്ല, ഞാൻ അങ്ങോട്ട് പോകാം. ഇന്നലെ വന്ന വഴിയിൽ കൂടെ കഴുത അങ്ങോട്ട് നടന്നു പോയി. അവിടെ നടന്നു പോകുമ്പോൾ കഴുത വിചാരിച്ചു, ഇന്നലെ എല്ലാവരും വഴി തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട്, ഇന്ന് ഒരുത്തനും തുണിയും വിരിക്കുന്നില്ല. ശകലം കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ കുറേ തുണി വിരിച്ചിട്ടിരിക്കുന്നു. കഴുത വിരിച്ചിട്ടിരിക്കുന്ന തുണിയുടെ പുറത്തുകൂടെ ചവിട്ടി ചവിട്ടി അങ്ങ് നടന്നു. അത് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പോൾ അവിടെ തുണി അലക്കുന്നയാൾ തുണി അലക്കിയിട്ടിരുന്നതാണ്. അതിൻ്റെ മണ്ടയ്ക്കൂടെ ചവിട്ടി തേച്ചിറങ്ങി. തുണി അലക്കുന്നവും എല്ലാവരും കൂടെ കഴുതയെ അടിച്ചു പൊട്ടിച്ച് കണ്ണും ദേഹവും കലങ്ങി. കഴുത വൈകിട്ടായപ്പോൾ ക്ഷീണിച്ച് തളർന്ന് കരഞ്ഞ കണ്ണുമായിട്ട് വീട്ടിൽ ചെന്നു. കഴുത അമ്മയോട് പറഞ്ഞു, അമ്മേ, ഈ മനുഷ്യന്മാർക്കൊരു വിവരമില്ലല്ലേ? അതെന്താ? ഇന്നലെ ഞാൻ അതിലേ പോയപ്പോൾ ആളുകൾ വഴി വസ്ത്രമെല്ലാം വിരിച്ചു, ഞാൻ തുണിയുടെ പുറത്തൂടെ നടന്നു, ആളുകൾക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്ന് പക്ഷേ ഞാൻ ആ തുണിയുടെ പുറത്തൂടെ നടന്നപ്പോൾ അവന്മാരെല്ലാം കൊണ്ട് അടിച്ചു പൊട്ടിച്ച് ഈ പരിവാക്കി. ഈ മനുഷ്യന്മാർക്കൊരു വിവരമില്ല. കഴുതയുടെ അമ്മ പറഞ്ഞു, എടാ കുഞ്ഞേ, എടാ കഴുതേ, ഇന്നലെ വഴി വസ്ത്രങ്ങൾ വിരിച്ചത് നിന്നെ കണ്ടുകൊണ്ടല്ല, നിൻ്റെ പുറത്ത് വാഹനമേറിയ അദ്ദേഹത്തെ കണ്ടുകൊണ്ടാണ്. ഡിയർ ചൈൽഡ്, വിതൗട്ട് ഹിം യു ആർ നത്തിങ്. സ്നേഹിത, ദൈവം നിൻ്റെ മേൽ വാഹനമേറുന്നില്ലെങ്കിൽ നീ വെറും കഴുതയാണ്. കർത്താവ് നിൻ്റെ മേൽ വാഹനമേറിയാൽ നീ ശ്രേഷ്ഠനാണ്, നീ ദൈവമകനാണ്, നീ ബഹുമാനിക്കപ്പെടുന്നവനാണ്, നീ ആരാധിക്കപ്പെടുന്നവനാണ്, നിനക്ക് വിലയുണ്ട്. കർത്താവ് നിൻ്റെ കൂടെയില്ലെങ്കിൽ നീ എത്ര കുതിരയായാലും നിനക്ക് യാതൊരു ഫലമില്ല, നിനക്ക് വെയിറ്റില്ല, നിനക്ക് വിലയില്ല. എൻ്റെ കർത്താവിൻ്റെ കൂടെയുള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് വെറും മീൻപിടുത്തക്കാരും യാതൊരു വിദ്യാഭ്യാസമില്ലെന്ന് നമ്മൾ പറയുന്ന
അവരൊക്കെ ശ്രേഷ്ഠരായത് അവരുടെ മേൽ കർത്താവ് വാഹനമേറിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അന്നത്തെ രാജാക്കന്മാരും മിടുക്കന്മാരും ഒക്കെ പറഞ്ഞത്, ഈ മീൻപിടുത്തക്കാരായ ഇവർക്കൊക്കെ എവിടുന്നാണ് ഈ ജ്ഞാനം? അത് ദൈവം കൊടുത്ത പരിജ്ഞാനമാണ്. ദൈവം നിന്റെ മേൽ വാഹനമേറുമ്പോൾ ആർക്കും ഗ്രഹിക്കാനാവാത്തത് അവൻ നിനക്ക് വെളിപ്പെടുത്തി തരും. രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും വെളിപ്പെടാത്തത് ഈ ശിശുക്കൾക്കും ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. ആ കർത്താവ് നിന്നിൽ വാഹനമേറട്ടെ. അപ്പോൾ നിൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ നീ സമാധാനത്തിനുള്ളത് കണ്ടെത്തും. അതുകൊണ്ടാണ് പണമുണ്ടായിരുന്ന, ജോലിയുണ്ടായിരുന്ന, പദവിയുണ്ടായിരുന്ന സഖായുടെ വീട്ടിൽ കർത്താവ് ചെന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാകൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന്. യേശു കടന്നു ചെന്ന അന്ന്, കർത്താവ് കടന്നു വരുന്ന, കർത്താവ് വാഹനമേറുന്ന അന്നാണ് നമ്മുടെ സമാധാനം. ആ വലിയ സമാധാനത്തിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഓശാന വെറും ആഘോഷമല്ല, ഇതൊരു പഴഞ്ചൻ കഥയുടെ പുതിയ ആവിഷ്കാരമല്ല. ഇത് അനുദിന ജീവിതത്തിൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. ഈ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.